എൻ്റെ പൊന്നു, ആക്സിഡൻറ്റ്, കാറ് ഇടിച്ച് തകർന്നതിന്. എൻ്റെ പൊന്നു, ഇപ്പൊ ലൈവ്. ബാഡ് ന്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഗിന്നസ് മണിക്കുട്ടൻ. ഓഗസ്റ്റ് മാസം 15-ാം തീയതി വളരെ വിജയകരമായ രീതിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത് യാത്ര ആരംഭിച്ചു. രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കുവൈറ്റ് ഇറാഖ് ഇൻ്റർനാഷണൽ ബോർഡറായ അബ്ദലി ബോർഡറിലെത്തി. ബോർഡർ എന്നെ പിന്തുടർന്ന് അല്ലെങ്കിൽ എന്നെ കൊണ്ടുവന്നത് കുറച്ച് നമ്മുടെ 4x4 ഇന്ത്യ ക്ലബിൻ്റെ നമ്മുടെ സഹോദരങ്ങളാണ്. അവരവിടെ കൊണ്ടുവന്നാക്കി. നല്ല ദൂരം 150ഓളം കിലോമീറ്റർ ഉണ്ടായിരുന്നു. അവർ ഫാമിലി ആയിട്ടൊക്കെ എൻ്റെ കൂടെ വന്ന് അവിടെ കൊണ്ടാക്കി. ഞാൻ അകത്തേക്ക് പോയി. അതിലൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ, കുവൈറ്റിൽ നിന്ന് അതായത് നാട്ടിൽ പോകണമെങ്കിലും പുറത്തേക്ക് പോകണമെങ്കിൽ എക്സിറ്റ് പെർമിറ്റ് ആവശ്യമാണ്. അതായത് നമ്മുടെ സഹേലിൽ അല്ലെങ്കിൽ സഹേൽ എന്ന് പറഞ്ഞാൽ കുവൈറ്റിലുള്ളവർക്കാണ് മനസ്സിലാവുക. ഓൺലൈനിൽ ഞങ്ങൾ ഇത്രാം തീയതിക്ക് മുതൽ ഇത്രാം തീയതിക്കകത്ത് പുറത്തു പോകുന്നുണ്ടെന്നുള്ള ഒരു പെർമിഷൻ, സ്പോൺസറുടെ പെർമിഷനാണ്, കമ്പനിയുടെ പെർമിഷൻ. അപ്പോൾ അത് ഞാൻ നേരത്തെ 2 മാസത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 15 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഓഗസ്റ്റ് 15-നാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. 12 മണിക്ക് മുന്നേ 12 മണിയോളം ആയെന്ന് തോന്നുന്നു. സമയം നോക്കാതെ ഞാൻ എന്തായാലും അകത്ത് കയറിയിട്ട് ബാക്കി എല്ലാ ചെക്കിങ്ങും കാർനെറ്റിലൊക്കെ സ്റ്റാമ്പ് ചെയ്തു. എല്ലാം അകത്ത് പോയി. എമിഗ്രേഷൻ എത്തുമ്പോൾ പാസ്പോർട്ട് അടിക്കാൻ പറ്റുന്നില്ല. അവർ ചോദിച്ച് എക്സിറ്റ് എവിടെ? ഞാൻ പറഞ്ഞത് 15-ാം തീയതി കഴിഞ്ഞു പോയിരുന്നു. ഓക്കെ, വയ്ക്കോ, തിരിച്ചു വയ്ക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ എന്താ ചെയ്തവർ, എല്ലാം എൻ്റെ വണ്ടീന് ചുറ്റും ഒരു 10-15 പോലീസുകാർ. രാത്രി 12-1 മണിക്കാണെന്ന് ഓർക്കണം. വളഞ്ഞിരുട്ടത്ത് ഈ ലൈറ്റൊക്കെ ഓണാക്കാൻ പറഞ്ഞ്. നിറച്ച് ലൈറ്റുണ്ട്. മാക്സിമം ഞാൻ കുവൈറ്റിൽ റോഡിൽ ഓടിയതാണ്, എല്ലാം കവർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും അവർ പറഞ്ഞു ഓണാക്കാൻ. എന്നിട്ട് അപ്പോൾ എനിക്ക് സീന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഇവരിത് അഴിപ്പിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്നെ റിജക്റ്റ് ചെയ്യുന്നത് എമിഗ്രേഷനിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ അഴിപ്പിക്കുമോ എന്നൊരു ഡൗട്ടിലിരിക്കുമ്പോൾ ഞാൻ നേരെ എൻ്റെ അടുത്തുള്ള പാംപ്ലെറ്റ്സ് എടുത്ത് കാണിച്ചു. ഞാൻ ഇങ്ങനെ കുവൈറ്റ് ടു അലാസ്ക പോകുന്നതാണെന്നും നിരവധി രാജ്യങ്ങൾ ക്രോസ് ചെയ്ത് പോകാൻ കാണിച്ചു. അത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. മനസ്സിലാക്കിക്കൊണ്ട് അവർ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, നിനക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് പെർമിറ്റ് ശരിയാക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് നാളെ രാവിലെ വന്നോളാൻ പറഞ്ഞിട്ട് എന്നെ മറ്റൊരു വലിയ പോലീസിൻ്റെ വണ്ടി വന്നിട്ട് പിന്തുടരാൻ പറഞ്ഞു. ഞാൻ എന്നെ പിന്തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി. അന്ന് അവിടെ തന്നെ പിന്നെ തങ്ങിയിട്ട് അറിയാമല്ലോ, ഞാൻ ഉറങ്ങാനുള്ള സെറ്റപ്പിലാണ് വണ്ടിയിലുള്ളത്. അപ്പോൾ വണ്ടി പുറത്തിട്ടു, അവിടെ കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റ് എക്സിറ്റ് പെർമിറ്റിനൊക്കെ ഓഫീസിലൊക്കെ വിളിച്ച് പറഞ്ഞു. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ എക്സിറ്റ് പെർമിറ്റ് റെഡിയാണ്. അപ്പോൾ ഞാൻ കയറി പോവുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞാൻ വണ്ടിയുടെ മുകളിൽ നോക്കിയതല്ല, വണ്ടിയിൽ ഒലിച്ചു വരുന്നതാണ്. 3 ജെറിക്കാൻ 15 ലിറ്ററിൻ്റെ 2 വെച്ചും 30 ലിറ്ററിൻ്റെ ഒരെണ്ണവും, അങ്ങനെ 60 ലിറ്റർ ഫ്യൂവല് കാരിയറിലുണ്ടായിരുന്നു. ഇത് 3ഉം ആ വെയിലത്ത് കിടന്നിട്ട് ഇത് ചൂടായി പൊട്ടി ലീക്കായി തുടങ്ങി. ഒരെണ്ണം ഞാൻ അവിടെ തന്നെ അഴിച്ച് അങ്ങ് തള്ളിക്കളഞ്ഞ് റോഡിൻ്റെ സൈഡിലേക്ക്. എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറാണ്. നല്ല ചൂടായത് കാരണമാണ് പൊട്ടിയത്. ഈ ചൂടില്ലാതെ തന്നെ വണ്ടികൾ ഓട്ടത്തിൽ കത്തിപ്പോടുന്ന സ്ഥലമാണ്. അപ്പോൾ അപകടം പേടിച്ചിട്ട് അതിനകം കളഞ്ഞു. എന്നിട്ടും ഡ്രോപ്പായിട്ട് മറ്റു 2എണ്ണത്തിൽ നിന്നും എയറും വരുന്നുണ്ട്, പെട്രോളും വീഴുന്നുണ്ട്. ഞാൻ നേരെ എടുത്ത് തിരിച്ച് വീട്ടിലല്ല സിറ്റിയിലേക്ക്, കുവൈറ്റ് സിറ്റിയിലേക്ക് വന്നു. ഞാൻ ബോർഡർ കടന്നിട്ടില്ലല്ലോ. അങ്ങനെ സിറ്റിയിലേക്ക് വന്നു. ഒപ്പം ഇതിനെ അഴിച്ച് എൻ്റെ ബ്രദറിൻ്റെ വണ്ടിയിലേക്ക് ഫ്യൂൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് കാരിയർ കളഞ്ഞു. ശേഷം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി മെറ്റൽ ക്യാൻ സംഘടിപ്പിക്കണം. ഈ പ്ലാസ്റ്റിക്കിനോടുള്ള സ്നേഹം അങ്ങ് പോയി.
അതാ വളരെ ബുദ്ധിമുട്ടി. ആദ്യം എൻ്റെ നാട്ടിലെ എക്സ്പെഡീഷന് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി. അതിന് ഉപയോഗിക്കേണ്ട അത്യാവശ്യം വന്നില്ല, നാട്ടിലെ അവസ്ഥയിൽ അത് ക്യാരി വയ്ക്കാൻ കൊണ്ടുപോയില്ല. എന്നിട്ട് നമ്മുടെ 4x4 തന്നെ സുഹൃത്തുക്കൾ വഴി ഞാൻ ചങ്ങനാശ്ശേരിയിൽ കൊണ്ട് കൊടുത്ത ആ സാധനം ഇവിടെ എത്തിച്ചു. അതിങ്ങനെ പോയി. അതാണ് അങ്ങനെ പോയത്. ഒരുപാട് എഫേർട്ടുള്ളതാണ് എൻ്റെ പിന്നിൽ. പിന്നെ എന്നിട്ട് ഞാൻ മെറ്റൽ ക്യാൻ അന്വേഷിച്ച് നടന്നു. പല സ്ഥലങ്ങളിൽ പോയിട്ടും പ്രോപ്പറായിട്ട് ഒരെണ്ണം കിട്ടിയില്ല. എന്നാലും കിട്ടിയ ഒരെണ്ണമൊക്കെ വാങ്ങിച്ച് അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് പാർട്സൊക്കെ ഒപ്പിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാർട്സ് കൂടെയൊക്കെ ഒപ്പിച്ചു ആയിട്ടാണ് ഞാൻ വീണ്ടും 18-ാം തീയതി അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. അപ്പോൾ പലരും എന്നെ ഇടയ്ക്ക് കണ്ടിട്ട് ചോദിച്ചു, പോയില്ലേ എന്ന്. ഞാൻ പറഞ്ഞു പോയി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. 18-ാം തീയതി വൈകിട്ട് വീണ്ടും ഞാൻ എൻ്ററായി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുവൈറ്റ് സൈഡ് വളരെ സ്മൂത്താണ്. അവർ ഇതെന്താന്നൊക്കെ ചോദിച്ചു. വണ്ടിയൊക്കെ തുറന്ന് കാണിക്കാൻ പറഞ്ഞ് എല്ലാം കാണിച്ചു. അവർക്ക് നമ്മളെ പർപ്പസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവരധികം ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. അവിടെയും എന്നെ രക്ഷിക്കുന്നത് ഈ പാംപ്ലെറ്റ്സ് ആണ്. ഞാൻ എടുത്ത് കാണിക്കും. അവരപ്പോൾ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ്, പിന്നെ അതിൻ്റെ വിവരണങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് അവർ എന്നെ കടത്തി വിട്ടു. അടുത്ത് ഇറാഖ് സൈഡാണ്. ഇറാഖിലേക്ക് എൻ്ററായി ലാസ്റ്റ് ഒക്കെയാണ് ഇൻഷുറൻസ്, പിന്നെ അതിൻ്റെ എന്തോ ടൈപ്പിംഗ് ഫില്ലിങ് കൈകൊണ്ടാണ് അവർ എഴുതി കൊടുക്കുക. അതിനെല്ലാം കൂടെ അവർ ഒരു 30 ദിനാർ കുവൈറ്റ് ദിനാർ അവിടെ ചാർജ് ചെയ്തു. ഇത് എമൗണ്ട് പറയണത് ഞാൻ ചിലവാക്കിയെന്നല്ല, ഇത് യാത്ര ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, നമ്മളെ സഹോദരങ്ങൾ ഒരുപാട് പേര് അതൊരു പാസ് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ 30 ദിനാർ അവരുടെ ചർച്ചിൽ കൂടുതലാണ്. എന്നാലും അത്രയൊന്നും ആവില്ല അതിന്. എന്നാലും അവരുടെ ഒരു സപ്പോർട്ട് വേണം അതിന് എന്ന് പറഞ്ഞാൽ. അല്ലാതെ അവർ അവിടെ കടന്നു വരാൻ പാടാം. പ്രത്യേകിച്ച് അറബി എഴുതാനും വായിക്കാനും നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് പറയാനും അറിയാത്ത നമുക്ക് അത് ഇച്ചിരി ഒരു പാടാണ്. പക്ഷെ കുവൈറ്റുകളും ഇറാഖികളും ഒക്കെ സ്മൂത്തായിട്ട് അവർ തന്നെ ഫില്ല് ചെയ്തൊക്കെ കടന്നു പോകുന്നുണ്ട്. അത് അവർക്ക് അറിയാം, അവരുടെ ലാംഗ്വേജ് അല്ലേ. എന്നിട്ട് 30 കൊടുത്ത് ഞാൻ അവിടെ ക്രോസ് ചെയ്തു. എന്നിട്ട് അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു, അവിടെ പാർക്ക് ചെയ്തു. എമിഗ്രേഷനിൽ അവർ വിസയുടെ കൺഫർമേഷന് വേണ്ടി തന്നെ കുറേ നേരം അവിടെ ഇരുത്തിച്ച്. അതായത് വിസ ചെക്ക് ചെയ്യണ ഒരാൾ വേറെയാണ്, വേറൊരു റൂം തന്നെയാണ്. അപ്പോൾ അവിടെ പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ആ പുള്ളി അവിടെ ഇല്ല, പുള്ളി കൂട്ടിയിട്ട് പോയിരുന്നു. എന്നിട്ട് അവസാനം ഒരുപാട് വെയിറ്റ് ചെയ്ത് പല സെക്ഷനിലും അവർ തന്നെ കൊണ്ട് വിസ ചെക്ക് ചെയ്തതിന് ശേഷം അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. സീൽ ചെയ്തിട്ട് അതായത് തന്നെ സീൽ ചെയ്ത് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് പുറത്ത് വിട്ടു. അങ്ങനെ പുറത്ത് വന്ന് വണ്ടി എടുത്ത് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു സിം കാർഡും ഒക്കെ മേടിച്ചു. 50 GB 3 KB. വളരെ നല്ലൊരു ഓഫറാണത്. അപ്പോൾ ഇറാഖ് മൊത്തം അത് ഉപയോഗിക്കാൻ അത് മതിയാവും. അങ്ങനെ ഇറാഖ് എൻ്ററായി. എന്നിട്ട് രാവിലെ എണീറ്റ് അവിടെ നിന്ന് തന്നെ ഫ്രഷപ്പായി. തൊട്ടടുത്ത് ബാത്റൂമും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫ്രഷപ്പായി. അവിടെ നിന്ന് ഒരു ബ്രെഡും കോഫിയൊക്കെ വാങ്ങിച്ച് കുടിച്ച് നമ്മുടെ ഒരു നമ്മൾ നോമ്പിനൊക്കെ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ബ്രെഡ് കവറിൽ പറഞ്ഞ അമേരിക്കാനയുടെയൊക്കെ, അതും ഒരു കോഫിയും കൂടെ കുവൈറ്റ് ദിനാർ കൊടുത്താലും മതി. അവിടെ ബോർഡറിൽ കുവൈറ്റ് ദിനാർ നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഔട്ടായിട്ടില്ല, അവിടെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്, ഔട്ട് പാസ് ഉണ്ടായിരുന്നു, അത് കൊടുത്തു. നമ്മൾ ഇറാഖിൻ്റെ ചെക്ക് പോയിന്റിൽ നിന്ന് ഔട്ടായി. എന്നിട്ട് ഡ്രൈവ് ആരംഭിച്ചു. ആദ്യത്തെ സമയം തന്നെ നാവിഗേഷൻ പ്രോപ്പറായിട്ട് ഇറാഖിൽ വർക്കാകുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഗൂഗിൾ മാപ്പ് അപ്പോഴും ഇപ്പോഴും ഒക്കെ കുറച്ചൊക്കെ വർക്കാവും, പക്ഷെ പ്രോപ്പറല്ല, അതുകൊണ്ട് വഴി തെറ്റും. അതുകൊണ്ട് അവിടുത്തെ അതായത് ഇറാഖിലെ ഒരു യൂസ് ചെയ്യണ ആപ്പാണ്, അത് ഇറാഖിലെ ആപ്പാണെന്ന് എനിക്കല്ല, വിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാവിഗേഷൻ ആപ്പുണ്ട്. അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുക. അത് എനിക്ക് വളരെ വൈകിയാണ്, അതായത് അന്നത്തെ ദിവസം ലാസ്റ്റ് വൈകിട്ടാണ് എനിക്കത് ഒരാൾ പറഞ്ഞു തന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് ഗൂഗിൾ തന്നെ തെറ്റിച്ച് കുറച്ച് കൊണ്ട് 10-30 കിലോമീറ്റർ ചുറ്റി തിരിച്ച് വന്ന് ബാഗ്ദാദ് റോഡ് പിടിച്ച്, അത്യാവശ്യം നല്ല ഹൈവേ ആണ്, 6 ട്രാക്ക് റോഡാണ്, പിടിച്ച് ഞാൻ ബാഗ്ദാദ് ലക്ഷ്യമാക്കി ഡ്രൈവ് ചെയ്തു. വൈകിട്ട് ഫ്യൂവലടിക്കാൻ വേണ്ടി ഞാനൊരു പമ്പിൽ കയറി. എൻ്റെ ക്രെഡിറ്റ് കാർഡ് വർക്കാവുന്നില്ല, കുവൈറ്റ് ദിനാർ അവിടെ എടുക്കത്തില്ല, ഡോളർ എടുക്കത്തില്ല. ആകെ സ്റ്റക്കായി നിൽക്കുമ്പോഴുണ്ട് ഒരാൾ വന്ന് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ വന്ന് ചോദിച്ചു,
ഐ എം സെറ്റിൽഡ് ഇൻ UK എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെട്ട്, നിങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡോണ്ട് വറി ഐ വിൽ പേ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പേ ചെയ്തിട്ട് പോയി സ്മൂത്തായിട്ട്. 30 ലിറ്റർ പെട്രോൾ ഇറാഖിൽ കുറച്ച് ചീപ്പാണ്, എന്നാലും അത് ചീപ്പോ കോസ്റ്റ്ലി എന്നുള്ളതല്ല, ഒരാൾക്ക് മനസ്സാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പെട്രോൾ അടിച്ച്, അദ്ദേഹമാണ് ഞാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ ഈ കൺട്രിയിൽ നിങ്ങൾ എൻ്റർ ആയതിനു ശേഷം എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഐ ഫീൽ സംതിങ്, ഇങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്, എനിക്ക് വഴി അറിയാൻ കഴിയുന്നില്ല. ഞാൻ ഓഫ്ലൈൻ മാപ്പ്, അതായത് മാപ്പ് നാവിഗേഷൻ എടുത്തതിന് ശേഷം നെറ്റ് ഓഫ് ചെയ്യും, എന്നിട്ട് ആ റൂട്ട് ഇങ്ങനെ കാണിക്കും, അതനുസരിച്ചൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. വളവും തിരിവൊന്നും പറയത്തൊന്നുമില്ല, കിലോമീറ്റർ അറിയാൻ പറ്റത്തില്ല അങ്ങനെ. അപ്പോൾ അദ്ദേഹമാണ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ അവിടെ പമ്പിൽ നിർത്തിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞ് ഡൗൺലോഡ് ചെയ്ത് നല്ല ഇതായിരുന്നു. WIZE വിസ്. ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും അത്, പക്ഷേ അത് അറിഞ്ഞൂടാത്തവർക്കും അറിയാമെന്നുള്ളവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബാഗ്ദാദ് സിറ്റിയിലെത്തി. ഞാൻ എൻ്റെ കുക്കർ സിസ്റ്റത്തിൽ ചോറൊക്കെ ഉണ്ടാക്കി, അവിടെ നിന്ന് പോയിട്ട് കൊണ്ടുവന്ന കുറച്ച് രസമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് ഡിന്നർ കഴിച്ച് ഒരു 10 മണിയോടുകൂടി അവിടുത്തെ ഒരു ഹൈപ്പർ, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അതിൻ്റെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്ത് കിടന്നുറങ്ങി, സുഖമായിട്ട് ഉറങ്ങി. അന്നത്തെ ആദ്യത്തെ ഫസ്റ്റ് ഡേ അങ്ങനെ ഇറാഖിലെ ബാഗ്ദാദ് സിറ്റിയിലാണ് തങ്ങുന്നത്. ഇറാഖ് ബോർഡറൊക്കെ ക്രോസ് ചെയ്തു. രാവിലെ 9 മണി, കുവൈറ്റ് സമയമാണ് 9 മണി. ഇവിടെ എത്രയാണെന്ന് അറിഞ്ഞൂടാ, ചിലപ്പോൾ സെയിം ടൈം ആയിരിക്കും. ഇത് ബസ്ര റോഡാണ്. ഇത് 6 ട്രാക്ക് റോഡാണ് കേട്ടോ. ഇത് വലിയ റോഡാണെന്ന് തോന്നുന്നു. ബസ്ര മീൻസ് അത് കഴിഞ്ഞിട്ട് ബാഗ്ദാദ് ആണെന്ന് തോന്നുന്നു. ബാഗ്ദാദ് റോഡാണ്. നേരെ അങ്ങ് തുർക്കിക്ക് പോകാൻ പറ്റും. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ സിറ്റി എന്ന്, അതായത് സഫാനാണ്. അപ്പോൾ അവിടെ നിന്ന് ബസ്രയിലേക്ക് പോകണം. ബസ്രയിൽ എന്തോ കാണാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ കറങ്ങാനുള്ള ഒരു ചിന്തയിലല്ല ഇപ്പോൾ. ഇവിടെ എന്താ കറങ്ങാനുള്ളതെന്ന് അറിഞ്ഞും കൂടെ കാര്യമായിട്ട്. നേരെ ഈ പോകുന്ന വഴിയിൽ 1-2 ഈ ബസ്രയോ മറ്റോ ഒക്കെ ഒന്നുകൊണ്ട് അതൊക്കെ ഒന്ന് കണ്ട് 2 ദിവസം കൊണ്ട് നേരെ തുർക്കിക്ക് എക്സിറ്റ് ആവാൻ പോവാ. പിന്നെ നോക്കി ഈ റോഡിന്റെ നടുക്ക് കണ്ടോ, നല്ല നീറ്റായിട്ട് കുറെ ദൂരമായി ഇത് തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഹൈവേ മൊത്തത്തിലുള്ളതാണെന്ന് തോന്നുന്നു. നല്ല നീറ്റായിട്ട് ലൈറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. രാത്രി ചിലപ്പോൾ നല്ല രസമായിരിക്കും, എല്ലാം ഓണാക്കും. പിന്നെ വേറെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുവൈറ്റിനെക്കാളും ഗ്രീനറീസ് ഉണ്ട്, കുറച്ച് ചെടികളും അത് ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ആൾക്കാരെല്ലാം നല്ല ബിഹേവിയറാണ്. പ്രത്യേകിച്ച് ഹിന്ദി ഇന്ത്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ രീതിയിൽ നല്ല ഇടപാടാണ്. വണ്ടിയിൽ ഒന്നും ചെക്ക് ചെയ്തില്ല അവർ. ഇറാഖി വണ്ടി പോലും അവിടെ അഴിച്ചിട്ടൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹിന്ദിയാണ്, എവിടെ പോകണം, ഞാൻ പറഞ്ഞ UK പോകണം എന്ന് പറഞ്ഞപ്പോൾ അവർ വേറെ ഒന്നും പറഞ്ഞില്ല. മാഷാഅല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അത് അവിടെ ഒരു തീ കാണുന്നുണ്ട്, മറ്റേ പോകഴി, മറ്റേ ഓയിലിന്റെ എന്തെങ്കിലും തീ ഇട്ടേക്കുന്നതാണ്, അത് വേസ്റ്റ് കത്തിച്ച് കളയണതാണ്. എൻ്റെ പൊന്നോ, ആക്സിഡന്റ്, കാറ് ഇടിച്ച് തകർന്നതിന്. പക്ഷെ എൻ്റെ പൊന്നോ, വീഡിയോ അയച്ചു തരാം ഇപ്പൊ ലൈവ്. ഞാനിപ്പോൾ ഉള്ളത് ബാഗ്ദാദ്, കുവൈറ്റിൽ നിന്ന് ബാഗ്ദാദ് റോഡാണിത്. ഒരു 10-60 കിലോമീറ്ററിന് പോകുന്നു. നല്ല മണൽ കാറ്റ് പിരിപിരാന്ന് ഗ്ലാസ്സിലടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. പൊടിക്കാറ്റുണ്ട് ഇടയ്ക്കിടയ്ക്ക്. റോഡിലൊക്കെ വണ്ടികളൊക്കെ വളരെ കുറവാണ്. ഇതിപ്പം ബാഗ്ദാദ് റോഡ്. ഞാൻ മറ്റന്നാളെങ്കിലും തുർക്കി ബോർഡറിൽ എത്തണമെന്നാണ്, മറ്റന്നാൾ രാവിലെ
രാത്രി ഓടിച്ച് മറ്റന്നാ തുർക്കി ബോർഡറിൽ എത്തണമെന്നാണ് ചിന്ത. അതിൻ്റെ ഇടയ്ക്ക് 1-2 സ്പോട്ടുകളൊക്കെ ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. രാവിലെ കുറച്ച് 10-20 കിലോമീറ്റർ റോഡ് മാറിയിട്ട് ഞാൻ ബസ്ര റോഡിൽ പോയി, എന്നിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇവിടോട്ട് പോണത്. അപ്പോൾ നാവിഗേഷൻ ഇവിടെ കറക്റ്റ് ഓപ്പൺ ആയിട്ടില്ല. മണ്ണടിക്കണതേ ഉള്ളൂ. ഇതാ ഈ പൊടിക്കാറ്റിൽ മണലാണത്. ഇതുമല്ല വണ്ടിയിൽ പിരിപിരാന്ന് അടിക്കണമുണ്ട്. തുടക്കത്തിലേക്ക് ഇങ്ങനെ കായ വണ്ടിയുടെ പെയിൻറ്റും ഗ്ലാസ്സും ഒക്കെ എന്താവോ വേണ്ട, നല്ല പൊടിയുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തൊട്ടടുത്തൂടെ ഒരു റോഡ് ക്രോസ് ചെയ്യണമല്ലോ, അത് കാണാൻ പറ്റില്ല നമുക്ക്. മണൽക്കാറ്റ്. അപ്പോൾ അതാണ് സംഭവം. ഇന്നലെ 9:30 കയറി, എന്നിട്ട് ഇപ്പോൾ മണി 10:19 അപ്പോൾ ഞാൻ എവിടെ എത്തി ബാഗ്ദാദിലേക്ക് പകുതി ദൂരമൊക്കെ ആയി കാണും.